ബഹുമാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്നേഹവന്ദനം അർപ്പിക്കുന്നു. ഇന്ന് 2024 ഡിസംബർ 12 ഇന്നാണ് മലങ്കര ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പിൻ്റെ ഒരു ബോർഡ് യോഗം മൂവാറ്റുപുഴയിൽ കൂടിയിരുന്നത്. പ്രതീക്ഷിച്ചതുപോലെ കാര്യമായ കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചില്ല. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇത് മാത്രമേ അവിടെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിൽ നിന്നും അല്പം ചില വ്യത്യാസം കണ്ടതായി തോന്നുന്നു. ഏതായാലും ഇന്നവർ കൂടി വന്നവർ പ്രാർത്ഥനയും വചനം ധ്യാനവും പ്രാർത്ഥനകളും പാട്ടും ഒക്കെ ആയിട്ടങ്ങനെ കഴിഞ്ഞ് പിരിയാനായിരുന്നു പ്ലാനെങ്കിലും അവിടെ വന്നവർ കുറച്ചുകൂടെയൊക്കെ പ്രതികരണശേഷി ആർജിച്ചു തുടങ്ങി എന്നതിൻ്റെ ഒരു തെളിവാണ്. അവരുടെ അത്തരത്തിലുള്ള ആ നീക്കത്തിന് ചെറിയതായിട്ടൊന്ന് തടയിട്ടു. വാസ്തവത്തിൽ ഈ ബോർഡ് യോഗമൊക്കെ കൂടുന്നത് ഈ സഭയുടെ ഭരണകാര്യങ്ങളിൽ അവരെ സഹായിക്കാനും വേണ്ട തീരുമാനങ്ങളൊക്കെ എടുക്കാനുമൊക്കെ വേണ്ടിയിട്ടാണ്. ഇവിടെ പാട്ടും പ്രസംഗവും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും അല്ല അവിടെ ആവശ്യം. ഇവർ ഈ തരത്തിലേക്ക് ഇത് കാര്യങ്ങൾ എടുക്കുന്നതിൻ്റെ ഒരു കാരണം, ഒരു പാട്ടും പാടി പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഒന്ന് ആരാധിച്ച് പറ്റുമെങ്കിൽ 2-3 അന്യഭാഷയും കൂടെ പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചോദിക്കുകയല്ലോ, പിന്നെ സ്തോത്രം പറഞ്ഞ് മടങ്ങാം എന്നൊരു ധാരണയിലാണ് ഇവരുടെയൊക്കെ ഈ തന്ത്രങ്ങൾ മെനയുന്നത്. പാട്ട് പാടാനും പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും ഒക്കെ വേറെ വേറെ അവസരങ്ങൾ ഉണ്ടാക്കണം. ഇവിടെ പ്രാർത്ഥിക്കുക, കാര്യങ്ങളിലേക്ക് കിടക്കുക, അതാണ് ആവശ്യം. ഇന്ന് പിന്നെ ഒരു അനുശോചനവും കൂടെ അവർ വെച്ചു, അതും അവരവിടെ നിർവഹിച്ചു. ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. ഇവിടെ എന്താണ് ചർച്ച ചെയ്തത്, എന്താണ് തീരുമാനമുണ്ടായത്, അതാണ് നമുക്കറിയേണ്ടത്. ഈ നേരത്തെ എഴുതിയിരുന്നത് പോലെ പോകാൻ പറഞ്ഞു പോയി, ചെണ്ടയും തൂക്കി പോയി എന്ന് പറയുന്ന പോലെ ഒരു പോക്ക് എല്ലായിടത്തും ആൾക്കാരെ വിളിച്ചു കൂട്ടും. അതിലൊരു വരുന്നവരിൽ മിക്കവാറും പേര് പാസ്റ്റർമാർ തന്നെ നിർദ്ദേശിച്ച് ചർച്ചിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ്. അതുതന്നെ വളരെ തെറ്റായൊരു കാര്യമാണ്. അവിടെ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് കേന്ദ്രത്തിലേക്ക് ആര് പോകണം, എങ്ങനെ പോകണം എന്ന് തിരഞ്ഞെടുക്കേണ്ടത് ആ ചർച്ചിലെ ഏത് ചർച്ചിലെയാണോ ആ ചർച്ചിലെ പൊതുയോഗമാണ്. ആ പൊതുയോഗത്തിന് ഇഷ്ടമുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ അതിന് പ്രാപ്തിയുള്ളവരെ വേണം തിരഞ്ഞെടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എഴുത്തും വായന അറിയാൻ പാടില്ലാത്ത, അക്ഷരാഭ്യാസം ഇല്ലാത്തവരും പ്രതികരണശേഷി ഇല്ലാത്തവരുമായിട്ടുള്ള അവർക്ക് കുറച്ച് അംഗങ്ങളെ കിട്ടിയാൽ മതി കാര്യങ്ങൾ നടത്താനായിട്ട്. അവരുടെ മേൽ ചോദ്യം ചെയ്യാതെ, അവരോട് തർക്കുത്തരം പറയാതെ, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാത്ത കുറേ ആളുകളെ കിട്ടണം. അതാണ് അവരുടെ ആവശ്യം. പക്ഷെ നമ്മുടെ ആവശ്യം അതല്ല. കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാൻ, വേണ്ട കാര്യങ്ങൾ ചോദിക്കാൻ, ഉചിതമായി അവരെ നേർവഴി നടത്താൻ കൗൺസിലിനെ, അതിനുവേണ്ടി പ്രാപ്തിയുള്ളവർ അവിടെ വരണം. അവർ അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടണം. അവർ ചോദിക്കണം, ചോദ്യങ്ങൾ ചെയ്യണം. എന്നിട്ട് യാഥാർത്ഥ്യത്തിലേക്കും സത്യത്തിലേക്കും കാര്യങ്ങൾ വരണം. ഇതാണ് നമ്മുടെ ആവശ്യം. എന്നാൽ അതിന് ആദ്യമേ തന്നെ ഇവർ ഈ തെരഞ്ഞെടുപ്പിലൂടെ വളരെ കൃത്രിമങ്ങൾ കാണിച്ചു. പലപ്പോഴും പാസ്റ്റർമാരുടെയോ അല്ലെങ്കിൽ സെൻട്രൽ പാസ്റ്റർമാരുടെയോ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് ഓരോ ലോക്കൽ പാസ്റ്റർമാരും അവരോടത്തെ ആളുകളെ തിരഞ്ഞെടുത്തത്.
അത് തന്നെ ശരിയായ നടപടിയല്ല. ശക്തമായി അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇനി തുടർന്ന് പ്രതിരോധിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഇത്തരത്തിലുള്ള പാസ്റ്റർമാരെ അനാവശ്യമായ കടന്നുകയറ്റം സഭകളിൽ ഉണ്ടാകാൻ പാടില്ല. ആ സഭ തീരുമാനിക്കുന്ന ആളുകൾ കടന്നു ചെല്ലണം. ആ തീരുമാനമെടുക്കേണ്ടത് പ്രാപ്തിയുള്ളവരെയാണ്. ഈ കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ കഴിവും പ്രാപ്തിയുള്ളവരാണ് ആവശ്യം. പരിജ്ഞാനമുള്ളവരായിരിക്കണം. വളരെ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വേണം നമ്മുടെ ഈ ഇന്നത്തെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതൊരു കാര്യം അവിടെ നിൽക്കട്ടെ. അടുത്തതിലേക്ക് പോകാം. വീണ്ടും വന്നവർ അവിടെ പ്രസംഗത്തിൻ്റെ അതിപ്രസരം ഉണ്ടായപ്പോൾ ആരോ ആവശ്യപ്പെട്ടു ഈ പ്രസംഗം നിർത്തണം, എന്നിട്ട് ചർച്ചകളിലേക്ക് വരണം, കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകണം. അപ്പോൾ അവർ ഉച്ചയോടെ പിരിയാനിരുന്ന, ഭക്ഷണം കഴിച്ച് പിരിയാനിരുന്ന കാര്യത്തിൽ ആളുകളിൽ നിർബന്ധിച്ചതിൻ്റെ വെളിച്ചത്തിൽ, വന്നിട്ടുള്ളവർ പ്രതികരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഉച്ച കഴിഞ്ഞ് ചർച്ച ചെയ്യാം അല്ലെങ്കിൽ ചർച്ചയാകാം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഏകദേശം ഒരു 4:30 വരെ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. അവിടെ പ്രധാനമായും ഇന്ന് സംഭവിച്ച അല്ലെങ്കിൽ മറ്റ് യോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നടന്നതായി പറയപ്പെടുന്നത് ആളുകൾ കുറെ കൂടി പ്രതികരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതൊരു നല്ല കാര്യമായി ഞാൻ കണക്കാക്കുകയാണ്. കുറച്ചുകൂടി ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി, ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി തരേണ്ടവർ, അത് തീരുമാനിക്കേണ്ടവർ, അവർ വെറും നിഷ്ക്രിയരായി മൗനം അവലംബിച്ച് അവിടെ ഇരുന്നു. അതേ അവർക്ക് കഴിയൂ. കാരണം അവർക്കതിന് മറുപടിയില്ല. അതാണ് അതിന് കാരണം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി തരാൻ അവർക്ക് കഴിയില്ല. പിന്നെ ഞാൻ തന്നെ 3 ലെറ്റർ കൗൺസിലിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായി പ്രതിപാദിച്ചിരുന്ന വിഷയങ്ങൾ ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഡയറക്ടറായി ഇപ്പോൾ നിലവിൽ ഡയറക്ടറിൻ്റെ പോസ്റ്റിൽ ഇരിക്കുന്ന നാട്ടിലില്ലാത്ത സാജു വർഗീസ് അച്ഛൻ, അദ്ദേഹം രാജിവെക്കണം എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ ആവശ്യമായിരുന്നു. അതിൻ്റെ കാരണവും ഞാൻ വളരെ വ്യക്തമായി അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒന്ന്, ഇതിൻ്റെ സ്ഥാപക ഡയറക്ടറോട് കാണിച്ച അനാദരവ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ഉടുമ്പന്നൂർ സഭയുടെ ഇപ്പോഴത്തെ ശുശ്രൂഷകനായിരിക്കുന്നതും ഇപ്പോൾ MCPF-ൻ്റെ ട്രഷററായി വർക്ക് ചെയ്യുന്നതുമായ NM എൽദോ, താൻ ആയിരിക്കുന്ന എല്ലാ പോസ്റ്റുകളിൽ നിന്നും, പാസ്റ്റർ സ്ഥാനം ഉൾപ്പെടെ എല്ലാ ഇതിൽ നിന്നും അദ്ദേഹം രാജിവെക്കണം. കാരണം അദ്ദേഹം ഒരു കള്ളനാണ്, കള്ളത്തരത്തിൽ കൂട്ടുനിന്നവനാണ്. കൂട്ടുനിന്നല്ല, കള്ളനാണ്, അലവൻസ് മോഷ്ടിച്ചവനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആളെ ഒരിക്കലും ഇതിനകത്ത് പ്രവേശിപ്പിക്കാൻ പാടില്ല, ഇതിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇദ്ദേഹം രാജിവെക്കണമെന്ന് പറയാനുള്ള പല കാരണങ്ങൾ, ഒരു കാരണങ്ങൾ മാത്രമാണിത്. ഏറ്റവും അവസാനമുണ്ടായ ഒരു ഇൻസിഡൻ്റാണിത്. അതുകൂടാതെ വേറെ കാര്യങ്ങളുണ്ട്, അത് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 2-3 കത്തുകൾ ഞാൻ കേന്ദ്രത്തിലേക്ക് അയച്ചു. അതിനൊന്നും നടപടിയോ ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നടപടിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. എന്നാൽ അവർ ബോർഡ് യോഗത്തിലെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നില്ല. പകരം അവർ വേറൊരാളുടെ ലെറ്റർ അതിനകത്തേക്ക് കൊണ്ടുവന്നു. അത് ഇപ്പോൾ കോലഞ്ചേരി സഭയിൽ ശുശ്രൂഷിക്കുന്ന MT ബാബു എന്ന് പറയുന്ന പാസ്റ്ററുടെ ഒരു ലെറ്ററാണ്. ആ ലെറ്ററിനകത്ത് പറഞ്ഞിരിക്കുന്നത് കുന്നുമ്മേലച്ഛൻ്റെ ശവമടക്കിനെ സംബന്ധിച്ചുള്ള എന്തോ കംപ്ലൈൻറ്റുകളാണ്. എന്ത് കംപ്ലൈൻ്റാണെന്ന് എനിക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ. ഏതായാലും അതാണ് ചർച്ചയ്ക്കെടുത്തത്. അത് ചർച്ചയ്ക്കെടുത്തിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളോ ഒന്നും അവിടെ വന്നില്ല.
എന്ത് തീരുമാനങ്ങളൊന്നും പ്രത്യേകിച്ച് വന്നില്ല. ആകെപ്പാടെ അവിടെ ഉണ്ടായ ഒരു വോയിസ് എന്ന് പറയുന്നത് പാറപ്പുഴ അച്ഛൻ്റെ മേൽ എടുത്തിട്ടുള്ള നടപടി പിൻവലിച്ച് അദ്ദേഹത്തെ എത്രയും വേഗം താനായിരുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരണം. ഇതാണ് അവിടെ മുഴങ്ങിയ പ്രധാന കാര്യം. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്താണ് കൗൺസിലിൻ്റെ ഈ ബോർഡ് യോഗത്തിൽ എന്താണ് തീരുമാനിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിലവിൽ ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും പിരിഞ്ഞു. ഇനി എന്താ കാര്യം എന്നോ എന്താ തീരുമാനമെന്നോ പിന്നാലെ അറിയാം. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഈ ബോർഡ് യോഗത്തിൽ ഞാനങ്ങനെ പോയിട്ടില്ല, പക്ഷേ ജനറൽ ബോഡിയിൽ പോയിട്ടുണ്ട്. ഈ ജനറൽ ബോഡിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ കൊണ്ട് എഴുതി ഒപ്പിടിക്കും. ഈ എഴുതി ഒപ്പിടിക്കുന്നത് അതിൻ്റെ അറ്റൻഡൻസ് അല്ല, ഇവരെടുക്കാൻ പോകുന്ന തീരുമാനങ്ങളുടെ അടിയിലാണ് നമ്മൾ ഒപ്പിടുന്നത്. ആ തീരുമാനങ്ങൾ അവിടെ ഇല്ല. അതില്ലാതിരിക്കെ നമ്മൾ ചെല്ലുന്നവരെ കൊണ്ട് ഇവർ ഒപ്പിടിക്കുകയാണ്. പക്ഷെ അത് നിയമപരമായി തെറ്റായ കാര്യമാണ്. നമ്മൾക്ക് വേണമെങ്കിൽ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാക്കാം, അന്ന് വന്നവരുടെയൊക്കെ അറ്റൻഡൻസ്. അപ്പോൾ അതിനകത്തേക്ക് കയറുന്നവർക്കൊക്കെ വേണേൽ ഒപ്പിട്ട് പോകാം. പക്ഷേ ആ മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടുന്നത് അവിടെ ആ കൗൺസിലിലോ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ജനറൽ ബോഡിയിലോ എന്ത് തീരുമാനമെടുത്തോ ആ തീരുമാനം എഴുതി വെച്ച് ആ തീരുമാനം ജനങ്ങളെ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം അത് അവിടെ തീരുമാനിച്ചതുപോലെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അതിൻ്റെ അടിയിൽ ഒപ്പിടുന്നത്. ഇനി ആ എഴുതി വെച്ചിട്ടുള്ള തീരുമാനം ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനമായിരിക്കുമല്ലോ, അതിനോട് വിയോജിപ്പുള്ളവരും കാണും. അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം അവിടെ എഴുതിയതിന് ശേഷം വിയോജന കുറിപ്പുള്ളവർക്ക് അതിനുള്ള അവസരവും കൂടെ നൽകണം. കാരണം ഇന്ന കാര്യങ്ങളിൽ ഇന്ന തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് അതിനകത്ത് ഒപ്പിടാം. അത് നിയമപരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ചെയ്യിക്കേണ്ടത്. ഇത് ചെയ്യാത്തതിന് പകരം വരുന്നവരെ കൊണ്ട് മുഴുവൻ ആദ്യമേ തന്നെ ഒപ്പിടിക്കുന്നത് അവർ ഭാവിയിൽ എടുക്കാൻ പോകുന്ന തീരുമാനം എന്ത് എന്ന് നമ്മളറിയില്ല, അവരങ്ങ് ചെയ്യുക. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ബോർഡ് യോഗത്തിൽ നടക്കുന്നത് അത് തന്നെയാണ്. ചെന്ന് കയറുമ്പോൾ തന്നെ ഒപ്പിടും. ഇപ്പം തന്നെ എന്താ തീരുമാനിച്ചേ ഒന്നും അറിയില്ല. എന്നതാ തീരുമാനം ആർക്കും അറിയില്ല. അവിടെ ഉച്ച കഴിഞ്ഞ് മുതൽ അല്ലെങ്കിൽ രാവിലത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് മുതൽ ബഹളമായിരുന്നെന്നാണ് പറഞ്ഞത്. ഒച്ച കാരണം ആർക്കും ഒന്നും അവതരിപ്പിക്കാനും പറ്റുന്നില്ല, അവതരിപ്പിക്കുന്ന കേൾക്കാനും പറ്റുന്നില്ല, തീരുമാനം എടുക്കുന്നില്ല. തീരുമാനം എടുക്കേണ്ടവരെല്ലാം കുനിഞ്ഞു കുമ്പിട്ട് അവിടെ ഇരിക്കുക. അപ്പോൾ ഇവർക്ക് പറയാനുള്ളതെല്ലാം അങ്ങനെ പറഞ്ഞു, പിരിഞ്ഞു, അത്ര തന്നെ. അപ്പോൾ ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ പോകേണ്ടത്. സത്യസന്ധമായി കാര്യങ്ങൾ പോകണമെങ്കിൽ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണം. തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സമീപിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തുകൂടുന്നത് കാര്യങ്ങളുടെ ക്രമീകരണത്തിനാണ്. ആ ക്രമീകരണം വേണ്ട പോലെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് മാറണം, അടുത്ത ആളുകളെ ഏൽപ്പിക്കണം. അല്ലാതെ നിങ്ങൾ ഈ കള്ളത്തരവുമായിട്ട് ഇങ്ങനെ നടക്കുക എത്ര കാലം പോകും? നിങ്ങൾ എത്ര കാലം ഈ കള്ളത്തരം കാണിച്ചുകൊണ്ട് നടക്കും? ഇനി ഈ പറയുന്ന MT ബാബു കുന്നുമ്മേലച്ഛൻ്റെ ശവടക്കിനെ സംബന്ധിച്ച് എന്തോ എഴുതി കൊടുത്തെന്നാണ് പറയുന്നത്. എന്താണെന്ന് എനിക്ക് വ്യക്തമല്ല. എന്താണെങ്കിലും ഈ പാസ്റ്റർമാരെ അതിനകത്ത് വേണ്ട പോലെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നൊരു പരാതിയാണ് പൊതുവെ അവർക്ക് പറയാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ എന്ത് കാര്യത്തിന് എന്തിനാണ് നിങ്ങളെ ഉൾപ്പെടുത്തണം? നിങ്ങൾ എന്ത് ചെയ്യിക്കാനാണ് നിങ്ങളെ ഉൾപ്പെടുത്തേണ്ടത്? നിങ്ങളുടെ ഡ്യൂട്ടി എന്താ? നിങ്ങൾ അല്ലെങ്കിൽ ഒരു ശവസംസ്കാരം നടത്താനോ വിവാഹം നടത്താനോ പാസ്റ്റർ വേണമെന്നോ അല്ലെങ്കിൽ പാസ്റ്ററാണ് നടത്തേണ്ടതെന്നോ അല്ലെങ്കിൽ പാസ്റ്റർ എങ്ങനെ നടത്തണമെന്നോ നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് ഒരു രേഖ തരാമോ? ബൈബിളല്ലേ നിങ്ങളുടെ ഭരണഘടന. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്കൊരു രേഖ തരാൻ പറ്റുമോ? നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിലേക്ക് തന്നെ ചെന്ന് നോക്കി. അവിടെ അനന്യാസും സഫീറയും എന്ന് പറഞ്ഞ 2 പേർ അവിടെ വന്നു. അവിടെ നടന്ന വളരെ ആശ്ചര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ഒരു മരണം നടന്നു. ആ മരണം നടക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ 1-ാമത്തെ പാത്രിയർക്കീസിൻ്റെ മുമ്പിലാണ്, പത്രോസിൻ്റെ മുമ്പിൽ. എന്നിട്ടോ പത്രോസ് അവിടെ എന്നാ ശുശ്രൂഷയാണ് ചെയ്തത് എന്ന് പറഞ്ഞ്
പത്രോസ് അവിടെ മരിച്ച ആൾക്ക് എന്ത് ശുശ്രൂഷ നടത്തി? അവിടെ എഴുതിയേക്കണം എന്നതാ? ചെറുപ്പക്കാർ വന്നവനെ ശീല പൊതിഞ്ഞ് കൊണ്ട് കുഴിച്ചിട്ടു. ഭാര്യനെ പോലും അറിയിച്ചില്ല. എനിക്കത് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ വളരെ വിചിത്രമായി തന്നെ തോന്നുന്നുണ്ട്. ഭാര്യയെ പോലും അറിയിച്ചില്ല ഭർത്താവ് മരിച്ചിട്ട്. ഇന്ന് നമ്മുടെ നാട്ടിലാണ് അങ്ങനെ ഒരു കാര്യം നടക്കുമോ? അപ്പോൾ അവിടെ അനന്യാസിനെ കൊണ്ട് കുഴിച്ചിടുന്നു. പിന്നാലെ വന്നു ഭാര്യ അവിടെ മരിച്ചു വീഴുന്നു. ഭാര്യനെയും അതുപോലെ തന്നെ കൊണ്ടുവന്ന് അതിൻ്റെ അരികെ കൊണ്ട് കുഴിച്ചിട്ടു എന്നാണ് പറയാൻ. എന്താണെങ്കിലും ഈ ശവടക്കിനകത്ത് ഈ പറയണ പത്രോസ് അവിടെ എന്താ ചെയ്തത്? പുള്ളിയുടെ ശുശ്രൂഷ എന്തായിരുന്നു? ഇവർ നുണ പറഞ്ഞുകൊണ്ട് അവരെന്തെങ്കിലും ശുശ്രൂഷ ചെയ്യായിരുന്നതാണോ? അവർ ചെയ്തത് അവരുടെ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ചും അവരുടെ മര്യാദ അനുസരിച്ചുള്ള രീതിയിലാണ് അവർ ശവടക്കിയത്. അതായത് ശീലയൊക്കെ കൊണ്ട് ചുറ്റി ഉള്ള രീതിയിലുള്ള ശവടക്കം നടത്തിയത്. ആ ചെയ്തതാരാ? ചില ചെറുപ്പക്കാർ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന് എഴുതപ്പെട്ട എന്തെങ്കിലും ക്രമമുണ്ടോ? ഇന്നതുപോലെയൊക്കെ ചെയ്യണം, ഇന്നതുപോലെയൊക്കെ ആയിരിക്കണം, ഒരു ശവസംസ്കാരത്തിനോ അല്ലെങ്കിൽ ഒരു വിവാഹത്തിനോ ഒക്കെ എഴുതപ്പെട്ട ക്രമമുണ്ടോ? നിങ്ങൾക്ക് ഒരു ചർച്ച് ലൈസൻസ് ലഭിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ്. നിങ്ങൾക്ക് അതിനുള്ളൊരു ക്രമമോ ഭരണഘടന നിങ്ങൾക്കില്ല. ആരാധനയ്ക്ക് അതിനൊരു ക്രമം വേണം, ആരാധന ക്രമം വേണം. നിങ്ങൾക്കൊരു ചർച്ചായിട്ടുള്ള ലൈസൻസ് ലഭിക്കണമെങ്കിൽ അത് നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങൾ എന്ത് നടത്തിയില്ലെന്നായി പറയണേ? അവിടെ നടത്തിയല്ലോ. നടത്തിയതാരാ? അതിൻ്റെ പ്രധാന ഇപ്പോൾ കാർമികൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചുമ്മാ അങ്ങ് വിളിക്കാം ഒരു പേരിന്. ഈ ചർച്ചിൻ്റെ ഡയറക്ടറും ഡയറക്ടർ ഇല്ലാതിരുന്ന സമയത്ത് ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന അസിസ്റ്റൻ്റ് ഡയറക്ടറും ജനറൽ സെക്രട്ടറിയും അവർ രണ്ടുപേരും അല്ലേ കാര്യങ്ങൾ ലീഡ് ചെയ്തത്. പിന്നെ എന്താ പ്രശ്നം? ആർക്കാ പ്രശ്നം? എന്താണ് വിഷയം? എന്താ നിങ്ങളുടെ വിഷയം? എന്താ പറ. ഇനി ലോക്കൽ സഭയുടെ പാസ്റ്ററെ പങ്കെടുപ്പിച്ചില്ല, അതല്ലേ അടുത്ത ഒരു വിഷയമുള്ളത്. അത് പങ്കെടുപ്പിച്ചില്ല, അതിനെന്താ പ്രശ്നം? എന്നാ അതിൻ്റെ കാര്യം നിങ്ങൾ അന്വേഷിച്ചോ? എന്ത് കാരണം കൊണ്ടാണ് ലോക്കൽ സഭയുടെ പാസ്റ്ററെ ഈ കാര്യത്തിൽ അടുപ്പിക്കാത്തത്? അത് നിങ്ങൾ അന്വേഷിച്ചില്ലല്ലോ. അതിൻ്റെ കാര്യങ്ങൾ അറിയാതെ നിങ്ങൾ കിടന്ന് ഈ വർത്തമാനം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതിലെനിക്ക് ഏറ്റവും ഒരു ഇത് തോന്നുന്നത്, നമ്മുടെ ഉടുമ്പന്നൂരിൽ നിന്ന് പോയ ചില സഹോദരങ്ങൾ, അവർ ഈ കാര്യത്തിൽ പലതിനും സാക്ഷികളാണ്. കാരണം എന്നിട്ടാണ് അവരവിടെ ചെന്നിട്ട് ചോദിച്ചത്, പാസ്റ്ററെ പങ്കെടുപ്പിക്കാത്തതിന് ശരിയായില്ലെന്നുള്ള രീതിയിൽ എന്തോ തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ അവർ പറഞ്ഞു എന്നാണ് പറയണേ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ വീട്ടിൽ വന്ന് സംസാരിച്ചതും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും CCTV റെക്കോർഡ്, നിങ്ങളുടെ ഓഡിയോ സഹിതം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ട് ഈ വേഷം കെട്ടൊന്നും ഇവിടെ ചിലവാകില്ല. അത് തന്നെയല്ല, ഞാൻ വീണ്ടും പറയുന്നു, ഒരു കല്യാണം നടത്താനോ അല്ലെങ്കിൽ ഒരു വിവാഹം നടത്താനോ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റർക്കുള്ള ക്രമം എന്താണെന്ന് നിങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് തെളിയിച്ചതാ. നിങ്ങളുടെ ഭരണഘടന അതല്ലേ? ഒന്ന് പറഞ്ഞേ. ഇവിടെ എൻ്റെ പിതാവ് മരിച്ചപ്പോൾ ഞങ്ങളുടെ മര്യാദ അനുസരിച്ച് വേണ്ടപ്പെട്ടവരെ ആ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും അവരത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ ആകെ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്നറിയോ? നിങ്ങൾക്ക് പറ്റിയ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾക്ക് അവിടെ കയറി വിളങ്ങാനുള്ള അവസരം തന്നില്ല. അത് നിങ്ങൾക്ക് തരാത്തത് തന്നെയാണ്. നിങ്ങളുടെ അവിടെ കയറിയുള്ള പ്രശംസകളോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അത് വളരെ വ്യക്തമായി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. നിങ്ങളെ ആ കാര്യങ്ങളിലേക്ക് നിങ്ങളെ തൊഴിയിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ നിങ്ങൾ അത് കൂടാതെ ഒരു സംവിധാനം നടത്താൻ നോക്കിയല്ലോ, ഒരു നഗരി കാണിക്കൽ ശുശ്രൂഷ നടത്താൻ പല സ്ഥലത്തും കൊണ്ടുപോയി പൊതുദർശനം വെച്ചിട്ട്.
ആ അഭ്യാസം ഒന്നും ഇവിടെ ചിലവായില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ വിഷമം നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് അവിടെ വേണ്ടതുപോലെ ഒന്നും പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് നിങ്ങളുടെ പ്രയാസം. നിങ്ങളങ്ങനെ പെർഫോം ചെയ്യിക്കുന്നില്ല എന്ന് വെച്ചിട്ട് തന്നെയാണ് ഈ കള്ളന്മാരെ കൊണ്ട് എൻ്റെ അപ്പൻ്റെ ശുശ്രൂഷയിൽ പെർഫോം ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. അത് മാത്രമല്ല, ഇവിടെ വന്ന ബാക്കിയുള്ള സമുദായങ്ങളിലെ ആളുകൾ, പ്രത്യേകിച്ച് നമ്മൾ വിട്ടുപോകുന്ന സമുദായത്തിലെ ഓർത്തഡോക്സ് സഭയിലെയും യാക്കോബ സഭയിലെയും അവർ എത്രമാത്രം ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടിയാണ് ഇവിടെ വന്നത്, അവരവരുടെ ശുശ്രൂഷകൾ നിർവഹിച്ചതും അവർ പറഞ്ഞതും. ഇനി നിങ്ങളുടെ വായിലിരിക്കണ ഇത് വേണ്ട, ഞങ്ങൾക്ക് ഈ എൻ്റെ പിതാവിനെക്കുറിച്ച് ഉള്ള അഭിപ്രായം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഈ നാട്ടിലുള്ളവർക്കറിയാം, ഈ നാട്ടിൽ ജനിച്ച് ഈ നാട്ടിൽ ജീവിച്ച് ഈ നാട്ടിൽ വെച്ച് മരിച്ച ആ പിതാവിനോടുള്ള ബഹുമാനാദരവ് ഈ നാട്ടുകാർ തന്നിട്ടുണ്ട്, ഈ വിട്ടുപോകുന്ന സഭക്കാർ തന്നിട്ടുണ്ട്. തരാത്തത് നിങ്ങളൊരുത്തം മാത്രമാണ്, നിങ്ങൾ മാത്രം. അത് മനസ്സിലായോ? ഡയറക്ടർ കോൺസെൻട്രാന്നും പറഞ്ഞിട്ട് ഒരാൾ അവിടെ പോയിരുന്നിട്ട് ഒരു അനുശോചനം പോലും പറയാൻ തൻ്റെ ഇടമില്ലാത്തവൻ, എന്നിട്ടാണ് വലിയ ഗുണവിധാരം അടിക്കണത്. ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിക്കുക ധൈര്യമായിട്ട്. ഈ MT ബാബുവിനൊക്കെ ചോദിക്കാം, എന്നോട് ചോദിക്കാൻ വേണമെങ്കിൽ. കൗൺസിലിൽ കൊണ്ടുവന്നിട്ട് ഇയാൾക്ക് എന്താ പ്രയോജനം കിട്ടിയത്? ഇയാൾക്ക് തൻ്റെ ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ച് ചോദിക്കുക, ഞാൻ മറുപടി തരാം. ഈ MT ബാബു ഒക്കെ ഈ പാസ്റ്റർ സ്ഥാനത്തേക്ക് വന്നത് എങ്ങനെയാണെന്നുള്ള ചരിത്രം നിങ്ങൾക്കറിയാവോ? അതൊരു വേറൊരു വലിയ വിഷയമാണ്. ഞാൻ ഒന്ന് രണ്ട് വാക്കിൽ ചുരുങ്ങി അങ്ങ് പറയാം. ഈ ഞാൻ ഉൾപ്പെടെ ശക്തമായി എതിർക്കുന്നതും ഇന്നും ജീവൻ കൊടുത്തു അതിനു വേണ്ടി പോരാടുന്നതുമായിട്ടുള്ള ബാംഗ്ലൂരിൻ്റെ ആത്മാവിനെതിരായിട്ടുള്ള പോരാട്ടമാണത്. ബാംഗ്ലൂരിലെ MA വർഗീസ് എന്ന് പറയുന്ന ആൾ ഈ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൽ വന്നിട്ടുണ്ടാക്കിയിട്ടുള്ള കുരുദ്രോഹങ്ങൾ ചില്ലറയല്ല. ആ പറ്റിൽ പാസ്റ്ററായി പോയവനാണിവൻ. അങ്ങനെ കുറേ പേരുണ്ട് ലിസ്റ്റിൽ. അതുകൊണ്ട് അത് ദുരാത്മാവാണ്, അത് പൈശാചികമാണ്, യാതൊരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. ഞാൻ നല്ല ഉറച്ചു പറയുന്നു. അതിനോട് എന്നും ഞാൻ എതിർക്കും. ജീവൻ പോകുന്നത് വരെ ഇത്തരത്തിലുള്ള ദുരാത്മാക്കളോട് എതിർത്ത് തന്നെ നിൽക്കും, യാതൊരു സംശയവും വേണ്ട. എന്തിയേ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൽ ഈ ഇടപാട് തുടങ്ങിയിട്ട് നിർത്തേണ്ടി വന്നത് നിങ്ങൾക്കറിയാവോ? ഇവന്മാരുടെ പ്രകടനം കൂടി വന്ന് ഭയങ്കര പ്രാക്ടീസ് അങ്ങ് തുടങ്ങിയപ്പോൾ ഉടുമ്പന്നൂർ സഭയിലുള്ള ഒരു വിശ്വാസി അവിടുത്തെ വലിയ ഫാസ്റ്റിംഗ് ആൻഡ് പ്രയറൊക്കെ അങ്ങ് തുടങ്ങി. 40 ദിവസം 50 ദിവസമൊക്കെ പോകാമെന്നുള്ള നിലയിൽ അങ്ങേക്ക് വലിയ നമ്പറും പരിപാടിയൊക്കെ ആയിട്ട് വന്നു. ദൈവം എന്താണെങ്കിലും തക്ക സമയത്ത് ഇടപെട്ടു. ഒരു ബുദ്ധി ഇവന്മാർക്ക് ഉദിക്കാൻ വേണ്ടി, ഈ കള്ളത്തരങ്ങൾക്കെതിരെയുള്ളൊരു ബുദ്ധി ഉദിക്കാൻ വേണ്ടി ദൈവം അത് ചെയ്തു എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും ഒരു വിശ്വാസി ആത്മഹത്യ ചെയ്തു. ഈ പറയുന്ന ഉടുമ്പന്നൂർ ചർച്ചിൻ്റെ സ്നേഹസദനത്തിൽ. ആ ആത്മഹത്യയാണ് ഇവരെ പുനർവിചിന്തനം നടത്താൻ, ഈ ആത്മാവിനെ തിരിച്ചറിയാൻ ഇവരെ പ്രേരിപ്പിച്ച ഏക ഘടകം. അതുവരെ ഞങ്ങൾ എത്രയോ പേർ എതിർത്ത് നിന്നു, ആദ്യം മുതൽ തന്നെ ഈ ആത്മാവിനെതിരെ. എന്നാലും അങ്ങനെ കുത്തഴിഞ്ഞാടാൻ അങ്ങ് ഇവിടെ കിടന്ന് അഴിഞ്ഞാടാനായിട്ട് അതിനെ അനുവദിച്ചു. അതിൻ്റെ പരിണിത ഫലം പലിശയും അടക്കം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ്, കിട്ടേണ്ടടുത്ത് കിട്ടിയപ്പോഴാണ് ബോധ്യപ്പെട്ടത് ഈ സാധനം ഏതായിരുന്നു എന്നുള്ളത്. ഏതായാലും ബോധ്യപ്പെട്ടു, ഈ സാധനത്തെ ഇവിടുന്ന് ഒഴിവാക്കി. എങ്കിലും ഇവരിൽ ഇപ്പോഴും ഈ സ്പിരിറ്റ് വ്യാപരിക്കുന്നുണ്ട്. അതിനകത്ത് പോയി ചാടിയേക്കണവന്മാർക്കല്ല. അതുകൊണ്ട് ഈ കള്ളത്തരത്തിൻ്റെ ആത്മാവിനെ, ഈ ബാംഗ്ലൂരിൻ്റെ ആത്മാവിനെ, MA വർഗീസിൻ്റെ ആത്മാവിനെ ഒരു കാരണവശാലും എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവവചനപ്രകാരം തന്നെ നോക്കിക്കോ. ഇവർ കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളൊക്കെ ഇപ്പോൾ വേറെ പലയിടത്തും കാണാറുണ്ട്.
ഈ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൽ നിന്ന് ചാടിച്ചു വിട്ട കേസാണ് ഇതിനെ. അല്ലെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമായി പോയേനെ. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ യാഥാർത്ഥ്യങ്ങൾ ഇതിനകത്തുണ്ട്. അത് കൂടുതലായിട്ട് വിശദീകരിക്കാൻ ഇപ്പോൾ സമയം ഞാൻ എടുക്കുന്നില്ല. ഏതായാലും ഇത്തരത്തിലുള്ള പോക്ക് ഇതിൻ്റെ അധപതനത്തിലേക്കാണ്, യാതൊരു സംശയവുമില്ല. നിങ്ങൾ സത്യസന്ധരല്ലാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്ന് നിങ്ങളുടെ ഈ അഭിനയം മാറ്റി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നോ, ഇത് നാശത്തിലേക്കുള്ള നിങ്ങളുടെ പോക്കാണ്. യാതൊരു സംശയവും കാര്യത്തിൽ വേണ്ട. നിങ്ങൾക്ക് ബോധം ഉണ്ടാവുകയോ നിങ്ങൾ സത്യത്തെ തിരിച്ചറിയുകയോ സത്യത്തിന് വേണ്ടി നിൽക്കാനോ നിങ്ങൾക്ക് കഴിവൊന്നും ചങ്കൂറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യത്തിലേക്ക് വാ. അല്ലാതെ സാധാരണക്കാരനിട്ട് പറ്റിക്കരുത്. ഇപ്പോൾ ആയാലും ചെറുതായിട്ടെങ്കിലും ആളുകളങ്ങനെ ഒന്ന് പ്രതിഷേധിക്കാൻ അല്ലെങ്കിൽ ഒന്ന് പറയാൻ ഒരു വേദി ലഭ്യമായി തുടങ്ങി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെൻഡ് അവർക്ക് അവരുടെ ഉള്ളിലൊരു ത്വര ഉണ്ടായി എന്നത് ഒരു നല്ല നേട്ടമായി തന്നെ ഞാൻ കണക്കാക്കുകയാണ്. പക്ഷെ നിങ്ങളങ്ങനെ ഇരുന്നാൽ പോരാ. നിങ്ങൾ ഓരോ കാര്യത്തിൻ്റെയും സത്യസന്ധത, സത്യം എന്താണെന്ന് ആദ്യം നിങ്ങൾ ഗ്രഹിക്കണം. എന്നിട്ട് അതനുസരിച്ച് വേണം ചെയ്യാൻ. സത്യം എന്താണോ ആ സത്യത്തിന് എതിരെ ആര് എന്ത് ചെയ്താലും അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത്? ഒരു കാര്യം സത്യമാണോ അസത്യമാണോ ഇപ്പോഴും ഈ കള്ളന്മാരെ എല്ലാം മൂടി വെച്ചുകൊണ്ടിരിക്കുകയല്ലേ? അവരെ ആ സ്ഥാനത്ത് തന്നെ തുടരാൻ അനുവദിച്ചിരിക്കുകയല്ലേ? ആ കള്ളനല്ലേ ഇപ്പോഴും ഉടുമ്പന്നൂർ തന്നെ ഇരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമില്ലല്ലോ. ഞാൻ അയച്ച ഒരൊറ്റ ലെറ്റർ പോലും നിങ്ങൾ ചർച്ചയ്ക്ക് പോലും എടുത്തില്ലല്ലോ. അപ്പം മാത്രമല്ല, ചർച്ച ചെയ്തതിൻ്റെ കാര്യം എന്തായി? ഒരു കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾ എഴുതി കുത്തി ഉണ്ടാക്കുന്നത് എന്താണെന്ന് ഈ വന്നു കൂടിയവന്മാർക്ക് വല്ല വെളിവും ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇവരെല്ലാം ഒപ്പിട്ട് തന്നല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനകത്ത് എഴുതി ചേർക്കാം. അപ്പോൾ ഈ വക കാര്യങ്ങളും അഭ്യാസങ്ങളും ഒക്കെ നിർത്തണം. ഏത് തീരുമാനമെടുത്താലും അത് ഇവരുടെ മുമ്പിൽ തന്നെ ആയിരിക്കണം. അത് ഇവർ പിരിയുന്നതിന് മുമ്പേ അതിനകത്ത് രേഖപ്പെടുത്തി അത് വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം മാത്രമേ ഒപ്പിടാവുള്ളൂ. അത് ഇനി തുടർന്നുള്ള മീറ്റിങ്ങുകളിലും ജനറൽ ബോഡിയിലും ഒക്കെ നിങ്ങളിത് അവലംബിച്ചാൽ നല്ലതായിരിക്കും. അല്ലാതെ ചെന്ന് കയറുന്നത് രജിസ്റ്റർ ഒപ്പിടാം, പക്ഷേ അത് ഇതിനകത്താകാൻ പാടില്ല, മിനിറ്റ്സ് ബുക്കിലാകാൻ പാടില്ല. അത് അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന പ്രത്യേക വിഭാഗത്തിൽ പെടുത്തിയ ഒരു ബുക്ക് വെച്ചിട്ട് അതിനകത്ത് പിടിച്ച് കയറ്റാം. ഇത്ര പേര് അവിടെ പ്രസൻ്റ് ആയിരുന്നു എന്നറിയാം. പക്ഷേ ഈ എടുക്കുന്ന തീരുമാനങ്ങൾ അത് മിനിറ്റ്സിൽ എഴുതി വായിച്ച് കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒപ്പിടാവൂ. അപ്പോൾ ഇത്തരത്തിലൊരു ബോധവൽക്കരണം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് മറ്റൊരു അവസരത്തിൽ കാണാം.